നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി സതീശന് ഇപ്പോൾ ഒന്നിനും സമയമില്ല. തിരക്കോട് തിരക്കാണ്. എന്ത് തിരക്കാണ് എന്നല്ലേ സംശയം. അതെ, അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സതീശന്റെ പ്രവർത്തനം. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രവർത്തനം ക്രൈസ്തവരെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തന്നെ തട്ടകം മാറ്റി പിടിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി പള്ളികളൊക്കെ കയറിയിറങ്ങുന്നു, അമ്പലങ്ങളൊക്കെ കയറിയിറങ്ങുന്നു. എന്തായാലും പരിപാടികളൊക്കെ കയറിയിറങ്ങി ഗംഭീരമാക്കുകയാണ് സതീശൻ. ശബരിമലയിലാകട്ടെ ദർശനം നടത്തുന്നത് വ്രതം എടുത്തോ എന്ന് അയ്യപ്പന് മാത്രം അറിയാം. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. വ്രതം എടുക്കുന്നവർക്ക് അത്യാവശ്യം താടിയൊക്കെ വളരും. ആ താടിയൊക്കെ ശബരിമല ദർശനം കഴിഞ്ഞ് മാല അഴിച്ചു മാറ്റിയതിനു ശേഷം വ്രതം മുറിച്ച ശേഷമാകും താടിയും മുടിയൊക്കെ വെട്ടുക. എന്നാൽ സതീശനാകട്ടെ ദർശനത്തിന് എത്തിയതോ ശബരിമലയിലല്ലേ, നല്ല പക്ക ക്ലീൻ ഷേവായാണ്. അപ്പൊ വ്രതത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് അങ്ങ് തീരുമാനമായില്ലേ. പിന്നെ പ്രവർത്തനം അങ്ങ് പള്ളികളിലാണ്. അത് കഴിഞ്ഞുള്ള പ്രവർത്തനം പള്ളികളിലാണ് നേതാവിന്റെ ഇപ്പോഴത്തെ ശ്രദ്ധ. ഇതിന്റെ ആദ്യ പടിയായി പെന്തക്കോ സഭയുടെ കൺവെൻഷൻ സതീശൻ പങ്കെടുത്തിരുന്നു. അവരുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ കൺവെൻഷനിൽ സംസാരിക്കാൻ ഉണ്ടാകാറില്ല. അത് സതീശൻ അങ്ങ് തെറ്റിച്ചു. അവരുടെ ദൈവദൂതനായി അങ്ങ് മാറി. അതുകൊണ്ടും തീർന്നില്ല വിഷയം. ഇപ്പോ സതീശന് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാനായി ക്ഷണം കിട്ടിയിരിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി നടക്കുന്ന യുവജന സമ്മേളനത്തിൽ സംസാരിക്കാനാണ് നമ്മുടെ സതീശനെ ക്ഷണിച്ചിരിക്കുന്നത്. 130 വർഷം ചരിത്രമുള്ള മാരാമൺ കൺവെൻഷനിൽ രാഷ്ട്രീയക്കാരെ പങ്കെടുപ്പിക്കാറുണ്ടെങ്കിലും പ്രസംഗിക്കാൻ വളരെ ചുരുക്കം ആളുകൾക്ക് അവസരം ലഭിക്കാറുള്ളൂ. അത് ചുലവില്ലാതങ്ങ് അദ്ദേഹവും നേടിയെടുത്തു. 1935 എബ്രഹാം മാർത്തോമ മെത്രാപ്പോലിത്തയുടെ ക്ഷണപ്രകാരം CV കുഞ്ഞിരാമൻ പ്രസംഗിച്ചിരുന്നു. ജാതി സമ്പ്രദായത്തിന്റെ പേരിൽ ഈഴവരുടെ മതം മാറ്റത്തെ കുറിച്ചുള്ള ചിന്ത കൺവെൻഷനിൽ CV പങ്കിട്ടത് പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരുന്നു. പിറ്റേ വർഷമാവട്ടെ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്താൻ ഈ പ്രസംഗവും ഒരു കാരണമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനും 1974 യുഹാന മാർത്തോന മെത്രോപൊളിത്തയുടെ ക്ഷണപ്രകാരം പ്രസംഗിച്ചിരുന്നു. സഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഏറെ അകന്നു നിന്നിരുന്ന കാലമായിരുന്നു അത്. ക്രൈസ്തവ ദർശനത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നു എന്ന് വിശദീകരിച്ചതായിരുന്നു അച്യുതമേനോന്റെ പ്രസംഗം. മുൻവർഷം ശശി തരൂരും കൺവെൻഷന്റെ ഭാഗമായി നടക്കുന്ന യുവജന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. എന്തായാലും സതീശന്റെ പള്ളി പ്രവർത്തനം ഗംഭീരമായി നടക്കുകയാണ്. കൂടെ സഭയുടെ വോട്ടുകളും അറിയുമെന്ന പ്രതീക്ഷയിലാണ് സതീശൻ. എന്താവുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് വരെ നോക്കാം.